എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ അടുത്ത് ബീച്ചിൽ ത്രെഡ് ഫിൻ സാമൺ, അതായത് വാമീന് ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഫിഷ് ചെയ്യുന്ന വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും, കാരണം അതൊരു ശരിക്കും ഒരു ഹണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് സുമനും രതീഷ് ചേട്ടനും അതുപോലെ ഷാജിയേട്ടനൊക്കെ നമ്മളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് തരും, എന്നിട്ട് നമുക്കത് വീട്ടിൽ കൊടുന്ന് ഫ്രൈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന ഒരു മീനാണിത്. ഈ സമയങ്ങളിലാണ് അതിൻ്റെ ആക്ടിവിറ്റി വരാറ്. അപ്പോൾ നമ്മളതിനെ ഫിഷ് ചെയ്യാറുണ്ട്. ഞാൻ ഫിഷ് ചെയ്യുന്നില്ല കേട്ടോ, മറ്റേ എൻ്റെ ഫ്രണ്ട്സ് മാത്രമേ ഫിഷ് ചെയ്യുന്നുള്ളൂ. ഞാനിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനും ഇടയ്ക്ക് ഫിഷിങ്ങിന് പോകാറുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് പർപ്പസ്ഫുള്ളി ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് എന്നല്ല പറയാം നമ്മൾ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ട്, ഇത് മീനിനെ വെട്ടി തിന്നണ കണ്ടിട്ട് അതിനെ സ്പോട്ട് ചെയ്ത് എറിഞ്ഞ് പിടിക്കുന്നതാണ് ഇതിനെ ഹണ്ടിങ് എന്ന് പറഞ്ഞത്. നമ്മൾ ഒരു 40 to 60 ഗ്രാമുള്ള ജിഗുകൾ യൂസ് ചെയ്തിട്ട് എറിഞ്ഞ് ജിഗ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. ഈ മീനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സഞ്ചാരിയായ മീനാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ എസ്പെഷ്യലി നോർത്ത് വെസ്റ്റേൺ സ്റ്റേറ്റ് മുതൽ ഓസ്ട്രേലിയ വരെ തീരത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മീനാണിത്, കടൽ തീരത്തിലൂടെ. അതെന്തുകൊണ്ടാ വെച്ചാൽ ഈ സമയം അതിൻ്റെ ബ്രീഡിങ് സമയമാണ്. അപ്പോൾ അതെല്ലാം തീരത്തേക്ക് വരും. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ആക്ടിവിറ്റി കണ്ടിട്ട് പിടിക്കാനും പറ്റുന്നുണ്ട്. ഉണ്ടല്ലേ, എല്ലാവരും അപ്പുറത്ത് ഒരു ബോട്ടിൽ പോകുന്ന ആൾക്കാർ നിന്നിട്ട് ഇങ്ങോട്ട് കരയിലേക്ക് നോക്കിയാൽ ഇതെന്താണെന്ന് വിചാരിക്കും. കാരണം അത്രയധികം ആൾക്കാർ സ്റ്റിക്കായിട്ട് നിൽക്കുകയാണ്. എന്തോ നമ്മളെ വെടിവെച്ചിടാനുള്ള ഒരു പ്രതീതിയാണ് കാണുന്നവർക്കുള്ളത്. അങ്ങനെ ബോട്ടുകാർ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ തോക്ക് പിടിച്ച് നിൽക്കുന്ന പോലെ ഇട്ടാണ്. അതൊരു രസം തന്നെയാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത് പിടിക്കാനായിട്ട്. അത്രയും ത്രില്ലിംഗ് ആണ്. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റാണ്. അതാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അത് വേറെ ലെവലാണ്. അത് നമുക്ക് ഇതിൽ സുമൻക്ക് അല്ലെങ്കിൽ ഷാജിയേട്ടന് ആർക്കെങ്കിലും മീൻ കിട്ടിയാൽ നമുക്ക് തരും. ആ മീൻ നമുക്ക് കൊണ്ടുപോയിട്ട് നന്നാക്കി ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ. ബിഗ് സൈസാണെങ്കിൽ ഒരു 4 കിലോൻ്റെ ഒക്കെ മീനാണെങ്കിൽ നമുക്കത് ബിരിയാണി വെക്കാം. അതല്ല അതിൽ കുറവുള്ളതാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. മീനടിച്ച് മീനടിച്ചിട്ടുണ്ട്. അത് അത്ര വെയിറ്റുള്ള മീനല്ല, ചെറുതാണ്. പെട്ടെന്ന് വരുന്നുണ്ട്. ഇതിന് ഇന്ത്യൻ സാമൺ എന്ന് പറയും, അതുപോലെ തന്നെ ത്രെഡ് ഫിൻ സാമൺ എന്നൊക്കെ പറയും. മലയാളത്തിൽ ഞങ്ങളെ ഏരിയയിലൊക്കെ വാമി എന്നാണ് പറയുന്നത് കേൾക്കാറ്. അത് ഏകദേശം ഒരു നല്ല സൈസ് 7 കിലോ 8 കിലോ ആ റേഞ്ചിലൊക്കെ വരാറുണ്ട്. പക്ഷെ പൊതുവെ നമുക്ക് 8 കിലോളം കിട്ടിയിട്ടുണ്ട്, 7 കിലോളം കിട്ടിയിട്ടുണ്ട്, 8 കിലോളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആവറേജ് എന്തായാലും ഒരു 4 കിലോൻ്റെ മീൻ ഉണ്ടാവാറുണ്ട്, എല്ലാ സീസണിലും കിട്ടാറുണ്ട്. അതുപോലെ ഇത് ഈ ഒരു രീതിയിൽ മാത്രമല്ല, ബോട്ടിൽ പോയിട്ടും കിട്ടാറുണ്ട്, നല്ല കറി കിട്ടും. അപ്പോൾ ഇതാ രതീഷ് ചേട്ടൻ അതിനെ പിടിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ഹായ് സുമൻ ബായ്, അടിപൊളി. ഒരു തംസപ്പ് കൊടുത്തേ. യെസ്, ഓക്കെ. ഫ്രഷ് മീൻ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രം ഇത് ഇങ്ങനെ കൈകൊണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ചില സമയത്ത് മീൻ പഠിച്ചു കഴിഞ്ഞാൽ ഹുക്ക് കൈമേലെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ രതീഷേട്ടനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ആ മീനിനെ ശരിക്കും ഒതുക്കി പിടിച്ചിട്ടാണ് ആളത് ചെയ്യുന്നത്. അപ്പോൾ മീനെ ഒതുക്കാനും നല്ല കഴിവ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പെട്ടെന്ന് ഹുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അല്ലാത്തൊരു പ്ലെയറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക മാക്സിമം. Come on.
അതുപോലെ കണ്ടില്ലേ, ഇത് ചെറിയ മീനുകളാണ് ഇത് ഭക്ഷണമാക്കാറ്. അതായത് ഭയങ്കര പ്രൊഡിക്റ്റർ ഫിഷാണ്. പ്രൊഡിക്റ്റർ ഫിഷ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള മീനുകളെ അറ്റാക്ക് ചെയ്തിട്ട് കഴിക്കുന്ന മീനാണിത്. ഭയങ്കരമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ജിഗ് എറിയുമ്പോൾ തന്നെ ഇത് കയറി അതിന് പിടിക്കണത്. ആ ഒരു ആക്ടിവിറ്റി കാണുമ്പോൾ നമ്മൾ ഇത് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മീനാശത്ത് പെട്ടെന്ന് ഇത് കയറി പിടിക്കും. അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ് ഇതിൻ്റെ ഫ്ലഷ്. അത് മുള്ളില്ല, സെൻറ്ററിൽ മാത്രമേ മുള്ളുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വലിയ മെനക്കെടൊന്നുമില്ല, നന്നാക്കാനും ഈസിയാണ്. ചെതമ്പലൊന്നും അത്ര സ്ട്രോങ് ചെതമ്പലെല്ലാം മുള്ളാണെങ്കിൽ, പുറത്തുള്ള മുള്ളാണെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കാം. അടുത്ത് നമ്മൾ ഒരു മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ കാണിക്കാം. അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഷാജിയേട്ടനെ. കണ്ടിട്ട് ഇത്തിരി കൂടി വെയിറ്റുള്ള മീൻ പോലെ തോന്നുന്നുണ്ട്. അടിപൊളി. അതല്ല, അപ്പുറത്ത് ആ ഓടണ്. കാരണം അടുത്ത ആക്ടിവിറ്റി എവിടെ കാണാം, അതിന് പിന്നാലെ ഓടിയിട്ട് വേണം ഇത് കാസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇത് ഞാൻ ഹണ്ടിങ് എന്ന് പറഞ്ഞത്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ബെയ്റ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ലൂറിട്ടിട്ട് നമ്മൾ റിട്രീവ് ചെയ്യുക, ബെയ്റ്റ് എടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുക. ആ ഒരു ക്ഷമ ഉണ്ടെങ്കിൽ ആർക്കും ഫിഷിംഗ് പോകാം. ഇതെന്താ വെച്ചാൽ കാസ്റ്റിംഗ് പവർ വേണം. നമ്മൾ 100 മീറ്റർ എറിയാനുള്ള നമുക്ക് കാസ്റ്റിംഗ് പവർ ഉണ്ടായാലും മാത്രമേ നമുക്കിതിനെ കിട്ടുള്ളൂ. പിന്നെ അടുത്ത ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അടുത്തൊക്കെ അടിക്കുന്ന വെച്ചാൽ ആർക്ക് വേണമെങ്കിലും പിടിക്കുക, കാസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ മിക്കവാറും സമയങ്ങളിൽ ഇതൊരു 70 to 100 മീറ്റർ അപ്പുറത്തായിരിക്കും കാണിക്കാറ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഇവിടെ കൂടുതലായിരിക്കും മീൻ കിട്ടാറ്. ഇതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മിസ്സായിട്ടുമുണ്ട്. ഈ മീൻ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹുക്കപ്പ് കൊടുക്കണം. നമ്മൾ ഹുക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നല്ല വെയിറ്റുള്ള മീനാണെങ്കിൽ പൊട്ടിച്ച് പോകും. അതല്ലെങ്കിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നല്ല ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൻ്റെ വായയുടെ ഉള്ളൊക്കെ നല്ല ഹാർഡാണ്. അപ്പോൾ ഹുക്ക് കയറാണ്ട് അത് ഹുക്ക് ലൂസായിട്ട് മിസ്സാവാറൊക്കെ ഉണ്ട്. അതല്ല നല്ല വെയിറ്റുള്ള മീനാണെങ്കിൽ നമ്മുടെ ബ്രൈഡും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പൊട്ടിച്ചു പോവുകയും ചെയ്യും. ലീഡർ ലൈനൊക്കെ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ അത് പൊട്ടിച്ചു പോകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായി. അവരിപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ അവരൊക്കെ ആ കഥകളൊക്കെ പറഞ്ഞു. പിന്നെ ഇതൊരു പവർ ഗെയിമാണ്. ഇത്തിരി കോസ്റ്റ്ലിയാണ്. കാരണം ചിലപ്പോൾ നമ്മുടെ ബ്രൈഡ് പൊട്ടിയിട്ട് നമ്മുടെ ജിഗ് പോകും. അപ്പോൾ ജിഗൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ഉണ്ട്, അതുപോലെ തന്നെ അല്ലാതുണ്ട്. അതായത് ഒരു 100 രൂപ മുതൽ മേലേക്ക് 800 രൂപ വരെയുള്ള, അതിന് മേലുള്ളുണ്ട്. പക്ഷെ എന്നാലും ഒരു ആവറേജ് കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 800 രൂപ വരെയുള്ള ജിഗൊക്കെ ഉണ്ട്. ആ തിര പൊന്തണോട് നമ്മൾ മീനെ കാണുന്നുണ്ട്. അതാ കാണും വെള്ള. പിന്നെ ഇത് മീനടിച്ച് കരക്കൊക്കെ എത്തിക്കുമ്പോൾ ഒറ്റക്കാണെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ എന്തായാലും ഇത്രയും ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നേരത്തെ രതീഷ് ചേട്ടനാണ് ഫിഷ് എടുത്തതെങ്കിൽ ഇപ്പോൾ സുമനാണ് ഫിഷ് എടുത്തത്. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കൾച്ചർ തന്നെ. പിന്നെ ഇത് ആർക്കും വരാം, ആർക്കും പിടിക്കാം. കാരണം ഇത് മോർണിംഗിൽ ഒരു 6 AM 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ 8 വരെ. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഓരോ വർക്കുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നല്ല ഫ്രഷ് മീനും കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ സുമനിക്കും എനിക്കും എല്ലാവർക്കും വർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ വന്നിട്ട് ഇതാക്കി പോകുന്ന മീനെ പിടിക്കാൻ പറ്റുന്ന അത് നല്ല അടിപൊളി ഫിഷ്. കുഴപ്പമില്ല, ഇത്തിരി കൂടി സൈസുണ്ട്, ഒരു 1 കിലോൻ്റെ മേലുണ്ടാവും. അപ്പോൾ ഇത് ഷാജിയേട്ടന് കിട്ടിയുള്ളത് അടിപൊളി. ഇത് നമുക്ക് തരും. അപ്പോൾ നമ്മളിത് കൊണ്ടുപോയിട്ട് ഫ്രൈ ചെയ്യും. ബിരിയാണി വെക്കാനുള്ള സൈസില്ല കേട്ടോ. യെസ്. അതുപോലെ തന്നെ ഈ ഫിഷ് ആക്ടിവിറ്റി കാണിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇത് ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഫൗൾ ഹുക്കായിട്ടും ഇത് കിട്ടാറുണ്ട്. ഒരുപാട് തവണ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീനിനെ നമ്മൾ കൊണ്ടുപോയിട്ട് നന്നാക്കി എന്ത് ചെയ്യും, ഫ്രൈ ചെയ്യുന്ന ഭാഗം
ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ. ആ മീൻ നമ്മൾ തൂക്കി നോക്കി 1,200 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷാജേറിൻ്റെ നിന്ന് മേടിച്ചു. പിന്നെ വീട്ടിലേക്ക് എത്തി. അത് ഇനി നമുക്ക് ചെതമ്പലും അതുപോലെ ചിറകും വാലൊക്കെ വെട്ടി അത് നന്നാക്കി എടുക്കണം. സൈസ് ചെറുതായ കാരണം വലിയ പീസുകൾ നമ്മൾ ഒരു 6 പീസ് നോക്കി എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യും, പൊരിച്ചെടുക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള കഷ്ണങ്ങൾ, അതുപോലെ തന്നെ തല, അതൊക്കെ നമുക്ക് നല്ലൊരു തേങ്ങ അരച്ച് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ചെതമ്പൽ കുത്താനും അതിൻ്റെ താഴത്തുള്ള മുള്ള് കളയാനും ഒക്കെ നല്ലൊരു മൂർച്ചയുള്ള കത്തി വീട്ടിലുണ്ടെങ്കിൽ ആർക്കും ചെയ്തെടുക്കാം, ഈസിയായിട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മീൻ. അത് ഞാൻ പിന്നെയും പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഇത് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഫിഷിങ്ങിന് പോകാതിരിക്കില്ല. അത് ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി തരാം. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കാരണം ഇത് ബോട്ടുകാർക്കൊന്നും അധികം കിട്ടുവെച്ചെങ്കിലും ഇതിന് പ്രത്യേക വാമീൻ വല തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് കണ്ടില്ലേ, ഇത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ മീനിൻ്റെ മുട്ടയുണ്ട്, പരിനീനുണ്ട്. ഇതാണ് ഇത് ഈ തീരത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ റിവർ ബേസിലേക്ക്, അത് റിവർ മൗത്തിലേക്ക്, അഴിമുഖത്തേക്കൊക്കെ വരുന്നത് എന്തിനാ വെച്ചാലേ ഇത് മുട്ടയിടാൻ വരുന്നതാണ്. അപ്പോഴാണ് ഇത് നമ്മൾക്ക് കിട്ടുന്നത്. അതാണ് ഈ സീസൺ, ഈ ഒരു തണുപ്പ് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഇത് കൂടുതലായിട്ട് വരിക. ചിലപ്പോൾ ഇതിൻ്റെ സീസൺ കുറച്ച് അധികം നിൽക്കാറുണ്ട്, മാർച്ച് വരെയൊക്കെ കാണാറുണ്ട്. ഒരു ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയൊക്കെ കാണാറുണ്ട്. അതുപോലെ ഉള്ളൊക്കെ നന്നായി കഴുകി നമ്മൾ മുറിച്ചെടുത്ത് ലൈറ്റായിട്ട് മസാല തേച്ച് കൊടുക്കണം. ഓവറായിട്ടുള്ള ഒരു ഹെവി മസാല ഇതിന് ആവശ്യമില്ല, മറ്റുള്ള മീനുകളെ പോലെ. ഇത് ആ ഫ്ലഷ് കാണുന്ന രീതിയിൽ മസാല തേച്ച് ഒരു 45 മിനിറ്റ് നമുക്ക് ആ മസാല നമ്മൾ പിടിക്കാൻ വെച്ച ശേഷം ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. മൊരിയിപ്പിക്കാൻ പാടില്ല. ലൈറ്റായിട്ട് പൊരിച്ചെടുത്ത് ചോറും അതുപോലെ തന്നെ ആ തേങ്ങ അരച്ച കറിയും കൂട്ടിയിട്ട് അടിച്ചാണ്ടല്ലോ അടിപൊളിയാണ്. അത് നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് ഒലിവ് ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതാഴ്ച നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ടേസ്റ്റ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുക. അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം മീൻ കഷ്ണം വെച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അധികം മുരിയിപ്പിക്കാൻ പാടില്ല. ഫസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പറയാൻ പോകുന്നത് അസാനാണ്. അസാ എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയേ. പുള്ളി അടിപൊളി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പൊ ഞാനും മീൻ പൊട്ടിച്ചൊന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അടിപൊളി. ആ ഫ്രഷ് മീനിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അതോട് കൂടിയിട്ട് നമ്മുടെ വാമീനാവുമ്പോ അത് വേറെ ലെവല്. അപ്പോ ഇതുപോലെ ഇനി നല്ല വീഡിയോസ് ആയിട്ട് ഇനി നമ്മൾ ഇനിയും നിങ്ങളെ കാണാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസും കൂടിയിട്ട് കാണുക. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി. ഓക്കെ, ബൈ.